السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر الله في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. أنا حبيب الله. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ദുൽഹിജ്ജ ഹജ്ജ് ഫർളായത്തുകൾ, ഹജ്ജ് ഫർള് ഹജ്ജ് തടിക്ക് ആഫിയത്തും പോകുള്ള ಸಂಪತ್ತುം ಪೋಂಡಿತಿರಲು ಇಡಗೇರಿಲ್ಲಾಂಟೈತೆ ಆರಿಗೆಲ್ಲ ಉಂಡು ಎಲ್ಲರಿಗೂ ಹಜ್ಜ್ ಫರ್ಲ್. അപ്പോൾ ഹജ്ജ് എന്തിട്ടുള്ളൂ? ഹജ്ജുള്ളുമേ എല്ലാം ഇപ്പം പെത്ത കിടാട് പോലെ ആകുമായിട്ട്. ഹജ്ജുള്ളും എന്നൊക്കെ ഇപ്പം പെത്ത കിടാട് പോലെ ആകുമായിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ദോഷം ഇല്ലാണ്ട് പരിപൂർണ്ണ നിഷ്ഫാഫിയാവുള്ളൂ ആയിട്ട് ഹജ്ജ്. ആ ഹജ്ജ് തിങ്കളായിട്ട് ദുൽഹിജ്ജ. അപ്പോൾ ഹജ്ജിൽ പോയ മനുഷ്യന്മാരെല്ലാ ദോഷങ്ങളെ കലിയും കൊണ്ട് പൂർണ്ണമായ നിലക്കൂടെ നിഷ്ഫാഫിയായും കൊണ്ട് ഹജ്ജെങ്കാലും മഖബൂലും ആയിട്ട് സ്വീകരിക്കപ്പെട്ടിട്ട് മബറൂറായ ഹജ്ജായിട്ടുണ്ട്. ഇത് സ്വർഗ ഫർൽ, ಅದರ ಪ್ರತಿಫಲ ಸ್ವರ್ಗ ಅಂತಲ್ಲಿ. അപ്പോൾ അങ്ങുമല്ല ഫർലായിട്ട് ആറ് ഹജ്ജ് പോയ മനുഷ്യന്മാർ. അപ്പോൾ ഓടുന്ന മനുഷ്യന്മാർ അങ്ങെന്താണ്, അങ്ങും കൂടെ നിഷ്ഫാഫിയാവണം. അതുക്കായിട്ട് അള്ളാഹു ദുൽഹിജ്ജ ഒന്നിനെ പിടിച്ച 10 തോൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിമാർ ഒരാളുടെ ദോഷകാരിക്കോത്തിനെല്ലാം പരിപൂർണമായ നിലക്ക് അകലം മാഫാവണു എന്ന് ചെന്നിട്ട് നമ്മൾ വലിയ ആഫർ വെച്ചോ. ദുൽഹിജ്ജ ഒന്നിനെ പിടിച്ച 10 തോലും കൈവിടെ പരമാവധി അള്ളാഹുൻ്റെ ഇഷ്ടപ്പെട്ടതെല്ലാം യാറാക്കണം. കൈവിടെ പരമാവധി ഇസ്തിഗ്ഫാർ ചെയ്യണം. ആക്കിയ ദോഷത്തെ എല്ലാം മാഫാക്കും. ആറ് മനുഷ്യന്മാരുടെ എല്ലാ സൽക്കർമ്മം സ്വീകരിക്കപ്പെട്ടിരുന്ന് ആർക്കും ഉറപ്പില്ല. ദോഷമെല്ലാം മാഫായിത്തിട്ട് അതും ഉറപ്പില്ല. അപ്പോൾ അതെന്താക്കണം? കൈയുടെ പരമാവധി സൽക്രമങ്ങളെല്ലാം ആക്കണം. അത് അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നക അന്ത സമീഉൽ അലീം എന്ന് അള്ളാഹുവിനോട് സ്വീകരിക്കുവായിട്ട് പ്രത്യേകമായി ദുആർക്കണം. പിന്നെ ആക്കിയ ദോഷം കൊന്തില്ലാണ്ട് ഗുട്ടായിട്ടാക്കി എല്ലാ ദോഷത്തിനും വേണ്ടി എന്താക്കണോ? തോബ ചെയ്യണം. കൈയുടെ പരമാവധി കൽബിയുടെ അടിത്തട്ടിൽ കണ്ണിൽ തന്നെ എന്തെങ്കിൽ തോബ സ്വീകരിച്ചിട്ട് എന്ന് നല്ല അലാമത്ത്, അത് ലക്ഷണം. അതുകൊണ്ട് എന്താക്കണം? അള്ളാഹു ചിന്തല്ല അന ഹബീബുല്ലാ, ഞാൻ അള്ളാഹുടെ ഹബീബ്, അള്ളാഹുടെ ആപ്താപ്ത മിത്രനാണ്. ನಂಡ ಹಬೀಬಾವುಡೆ ನೀವು ನಕ್ಕಿಷ್ಟದೆಲ್ಲ ಉಡೆ ಯಾರಾಕಡು, ನಕ್ಕಿಷ್ಟದೆಲ್ಲ ಉಡೆ ಯಾರಾಕಿದ ನಂಡ ಹಬೀಬು ಆವದಿಗ ಆರ ಹಬೀಬು ಅಲ್ಲಾ ರಸೂಲ್ ಹಬೀಬ್ ನಂಗಾವ. അതെങ്ങനെ ആക്കണു? ഈ ചെന്ന 14 കൈയുടെ പരമാവധി എല്ലാം ഇതിനെല്ലാം സൽക്രമ ചെന്നിരുത് അത് ആക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തയ്യാറാവണം. ഒന്നിനെ പിടിച്ചാൽ 10 തോൽ നിങ്ങളോ കുർബാനി കൊടുക്കുമോ? ആവതില്ലെങ്കിലും ആവതില്ലെങ്കിൽ നിയത്താക്കണം. കൊടുക്കൂടെ അള്ളാഹ് കൊടുക്കും, നീ അവതാക്കുക അള്ളാഹ് എന്ന് നിയത്താക്കിയിട്ട് ചിത്യം കൊടുക്കുമായിട്ട് അൽഹംദുലില്ലാഹ് കൊടുക്കും. എത്രയോ മനുഷ്യന്മാർ എല്ലാവർക്കും കൈവുണ്ട്. അതുകൊണ്ട് അത് കൊടുക്കുമോ പ്രയത്നാക്കണം. അത് കൊടുക്കും. ആയില്ലെങ്കിൽ ധർമ്മത്തിന് കൂലി എഴുതപ്പെട്ടു. നീയത്ത് വെച്ചാൽ ഒലാവലെ നീയത്തുൽ മോമിൻ ഖൈറും മിൻ അമലിഹി. മോമിന മനുഷ്യന്മാർ നീയത്ത് അമലിനെ കാട്ടി ഖൈർ. എല്ലാത്തും നീയത്ത് വയ്ക്കണല്ലേ. വേറെ നീയത്ത് വെച്ചേറ്റ് വേറെ ഹജ്ജിക്ക് പോയിട്ട് ബാക്കി ആൽമാരെല്ലാം അങ്ങനെ അയൽട്ട് പോകും. അങ്ങനെ ഹജ്ജിക്ക് പോയിട്ട് അയൽച്ചെന്ത് അവിടെ ഹജ്ജിയുടെ കബാശ ഉടച്ചവൻ അല്ലാ എന്നുണ്ട് 30 ഹജ്ജും നീ സ്വീകരിക്കുക അല്ലാ എന്ന് അയൽച്ചെന്ത്. നേരത്തെ എന്തോ അങ്ങനെ കേട്ട ആറ് നിങ്ങൾ ഇവിടെ 30 ഹജ്ജ് ഇതേ ഫസ്റ്റ് വന്നല്ല ഹജ്ജിಗೆ ചെന്ത് ನಾನು ವರ್ಷ അള്ളാഹു എന്നൊക്കെ നീ ഭാഗ്യം നൽകണം. ഹജ്ജിക്ക് പോകണമോ എന്ന് ഞാൻ നീയത്ത് വെച്ചോണ്ടിന്നെ ഹജ്ജിക്ക് എന്നൊക്കെ പോകണം, ഹജ്ജിക്ക് പോകണം. അപ്പം നീയത്ത് എന്തുകൊണ്ട് കൂലി കിട്ടേ കിട്ടത്. ആ നീയത്ത് വെച്ച് എല്ലാത്തും എന്നൊക്കെ കൂലി കിട്ടട്ടെ എന്ന് ഞാനിവിടെ കൈഭാഷയിലുണ്ട്. ദുവത്ത് ഇജാബത്തുള്ള തക്ക. അതുകൊണ്ട് ഞാനിവിടെ ദുവാർന്നിട്ടില്ല എന്ന് ചെന്നോ മഹാനായിട്ട് ആ മഹാന്മാരെ അധികൃത ഗ്രന്ഥത്തിൽ ഇൻഷാ അല്ലാഹ് കാണാം. അപ്പോൾ നമ്മൾ എന്താക്കണം? നീയത്ത് വെക്കണം. എന്തിനൊക്കെ നീയത്ത് വെച്ചിട്ട് അതായില്ലെങ്കിലും ധർമ്മത്ത് കൂലി കിട്ടുമോ ഉറപ്പു. എല്ലാത്തും എല്ലാ സൽക്രമം ആക്കും. നീയത്ത് വെച്ചിട്ടെങ്കിൽ എല്ലാത്തും എന്തിനാടു സമയത്ത് ആക്കും. ആയില്ല കൈയുടെ പരമാവധി ആയില്ലെങ്കിൽ എന്തായില്ല. ആക്കില്ലെങ്കിൽ ധർമ്മത്ത് കൂലി
എഴുതപ്പെടുത്ത് ഏതുപോലെ ചെന്ന് ഒരാളിങ്ങനെ ഈ വിഷയിക്കാനും കൊണ്ട് തെരൽ പോയിട്ടുണ്ട്. അവിടെ പുയ്യയുടെ രാശി കണ്ടപ്പോൾ അയാൾ വിചാരിച്ചത് അല്ലാഹ് ഈ പുയ്യയുടെ രാശിയിൽ ഇത്ര പൈസ എന്നിട്ട് ഇതിന് അല്ലെങ്കിൽ സമ്പത്ത് എന്നിട്ട് എല്ലാം ദാനാക്കത്തല്ലേ അണ്ടത്തോ നബിക്ക് വഹിമന്ത് അയാൾക്ക് പരിപൂർണമായി അത്തര ഫുള്ള് ദാനാക്കി കൂടെ അയാളെ ലിസ്റ്റിൽ എഴുതപ്പെട്ടത് എന്നതിൽ സന്തോല വാർച്ചല്ലൂറു എന്ന് ചിന്തപ്പം ചിലർ നമുക്ക് അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ആ ഹബീബുല്ലാ അള്ളാഹ് റസൂൽ അള്ളാഹുടെ ഹബീബ് നബിയുടെ ഹബീബ് ഞങ്ങളെ ഞങ്ങൾ എന്താക്കണം കൈവിടെ പരമാവധി അള്ളാഹിനെ ഇഷ്ടപ്പെട്ട എല്ലാ ആക്കണം അതിൽ ഒന്നുങ്ങൾ പിന്നെ കുർബാനോട് കൂടുതൽ എല്ലാം വരിക ഇതെല്ലാം അതിനെല്ലാം കണ്ടവർത്ത് എന്താക്കണം അല്ലാഹു അക്ബർ എന്നൊരു ശബ്ദം കേട്ടവർത്ത് അല്ലാഹു അക്ബർ എല്ലാം ചൊല്ലും. സുന്നത്തല്ല, അത് സുന്നത്തുക്കെല്ലാം വലിയ കൂലി അതേപോലെ തട്ട് മുടി ഒന്നും എടുക്കാത്ത പോലെ എല്ലാം തലയുടെ അടുക്കം ശരീരത്തിലുള്ള എല്ലാം മുടിയെടുക്കാത്ത പോലെ ഉಗುരെടുക്കാത്ത പോലെ ചോരെടുക്കാത്ത പോലെ കൈയുടെ പരമാവധി എല്ലാം ജാഗ്രത ആക്കി എല്ലാം എന്തെങ്കിലും അത് എന്തിനായിട്ട് ആറെ കൂലി സമ്പന്നനാക്കട്ടെ അതെല്ലാം ഇൻഷാ അല്ലാഹ് കൈയുടെ പരമാവധി ആക്കണോ. ഞങ്ങളെ ഒട്ടാരം അള്ളാഹിൻ്റെ സ്വന്തങ്ങളെ ഉദ്ദേശം തരോ അള്ളാഹിൻ്റെ സ്വന്തങ്ങളെ എങ്ങനെ വന്നു യശസ്വിയാക്കട്ടെ എന്നെങ്കിൽ സ്വർഗത്ത് കൊണ്ടുപോയിട്ട് എത്തുപാട്ടോണ് എന്ന് വലിയ അള്ളാഹിൻ്റെ റസൂൽ അതല്ലേ അള്ളാഹു പരിശുദ്ധ ഖുർആൻ ചെന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലീം അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളെ മുഴുവൻ നിങ്ങൾ അള്ളാഹിൻ്റെ സന്ദേശവാക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ബന്ധനൂടെ എന്തെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ടത് സഹിക്കുവാവില്ല. ആ നബിക്ക് നിങ്ങളോ യശസ് നിങ്ങളെല്ലാം എന്തെല്ലാം കഷ്ടപ്പെട്ടാണ് അള്ളാഹിൻ്റെ റസൂലില്ലേ. അതുകൊണ്ട് നിങ്ങൾ യശസ് നിങ്ങളോ എങ്ങനെയും ഒന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താക്കണം പിന്നെ വിജയിപ്പിക്കണം. ഭൂമിയുടെ മേലും സന്തോഷമാക്കപ്പെടണം, ഭൂമിയുടെ അടിയും സന്തോഷമാക്കണം. ഹരീസുൻ അലൈക്കും അങ്ങനത്തെ നബി ഹരീസ് അതീവ ഹംബല അതിന് ഭയങ്കര തീവ്രതരമായ ഞങ്ങളെ പകൽ ഭയങ്കര കാളജുള്ള നബി അള്ളാഹു റസൂൽ. ആ കാളജിലെ വർണ്ണനാക്കും ആർക്കും സാധ്യത അവർണ്ണനീയ അത്തര നിലക്ക് നിങ്ങൾ എങ്കിലും ഭൂമിയുടെ മേലും ഭൂമിയുടെ അടിയിലും നല്ല സന്തോഷത്തിലേക്ക് ഞങ്ങളെ ബാപ്പയുടെ കാട്ടിയാറ് നിങ്ങളുടെ ബാപ്പെല്ലാം നിങ്ങളെ കുറിച്ച് കാണും. നിങ്ങളുടെ ബാപ്പ നോക്കല്ലേ ഏത് ബാപ്പ റൂഹുടെ ബാപ്പ അള്ളാഹു റസൂൽ നിങ്ങളുടെ ബാപ്പ റൂഹുടെ ബാപ്പ. അതുകൊണ്ട് ആ റൂഹ് നല്ല ക്ലീനാവുക അള്ളാഹു റസൂൽ അങ്ങേയറ്റം പരിശ്രമിക്കുക. അള്ളാഹു റസൂൽ അള്ളാഹുടെ ഹബീബ് എന്നങ്ങ് അള്ളാഹു റസൂൽ ഹബീബാവുക. അതൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അള്ളാഹു മാറ്റികളത്തെ പഠിച്ചവനെ ബഹുമാനിക്കുമ്പോൾ ബഹുമാനിച്ച സ്വാലിഹികളെ കൊണ്ട് നിങ്ങൾ നീ ആക്കിക്കൊണ്ട് നിങ്ങളെല്ലാം പ്രവർത്തനം സ്വീകരിക്കുക. അള്ളാഹ് എല്ലാം നീ പഠിച്ചതിനെ കബൂലാക്കുക. അള്ളാഹ് നിങ്ങളെല്ലാം സയ്യാത്ര നിങ്ങളെല്ലാം ദോഷത്തെ നീ പരിപൂർണ്ണം മാഫാക്കുക. റഹ്മാൻ എല്ലാവർക്കും നീ മാഫ് ചെയ്യുക. അള്ളാഹ് ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.